ഹലോ സ്റ്റുഡൻസ്, പി സി ബി എൻ സ്പൈസ് ലാബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ചെയ്യാനുള്ളത് ഡയോഡ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പം കുറേ സിമുലേഷൻസ് നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഈ സ്പൈസ് ലാബിൽ കുറേയധികം സിമുലേഷൻസ് ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഡയോഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡയോഡ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് നോക്കാം, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ അതിൽ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഡയോഡിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുക എന്നുള്ളതാണ്. ഡയോഡിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കണം. അപ്പോൾ ഡയോഡിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് അറിയാമല്ലോ. നിങ്ങൾ സ്പൈസ് ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് വേണ്ടത്. അപ്പം വരയ്ക്കേണ്ട സർക്യൂട്ട് ഡയഗ്രാമാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ റഫ് റെക്കോർഡിൽ ഇത് എഴുതി വെക്കാം, വരച്ച് വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൽ സ്ലൈഡിൽ തന്നെ കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഇട്ടിരിക്കുന്ന റെസിസ്റ്റേഴ്സൊക്കെ നിങ്ങൾക്ക് കാണാം. വി ഡി സി, ഇവിടെ സോഴ്സ് ഇവിടെ ഉണ്ട്. ഓക്കെ, ഇവിടെ ഈ സോഴ്സ് ഇവിടെ ഉണ്ട്, വി ഡി സി ആണ്. അതിൻ്റെ നെയിം V1 ആണ് അത് വന്നിരിക്കുന്നത്. 10 വോൾട്ട് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് സോഴ്സിൽ, വി ഡി സി. ദെൻ റെസിസ്റ്റർ ഇട്ടിരിക്കുന്നത് 100 ഓമിൻ്റെ റെസിസ്റ്ററാണ് ഇട്ടിരിക്കുന്നത്. ദെൻ ഡയോഡ് D1 1N4007 എന്ന് പറഞ്ഞ ഡയോഡാണ് ഇട്ടിരിക്കുന്നത്. ഇത് നമ്മുടെ ലൈബ്രറിയിൽ ഏതാണോ ഡയോഡ്, ഏതെങ്കിലും ഒരു സിലിക്കൺ ഡയോഡ് ആയാൽ മതി. ദെൻ ഗ്രൗണ്ട് കണക്ട് ചെയ്യണം. ദെൻ പ്രോബ് ഇവിടെ ഉണ്ട്. ഓക്കെ, പ്രോബ് അല്ലെങ്കിൽ വോൾട്ടേജ് മാർക്കർ ഇവിടെ കണക്ട് ചെയ്യണം. ഇത്രയാണ് നമ്മൾ സർക്യൂട്ട് ഡയഗ്രത്തിൽ കാണിക്കേണ്ടത്. പിന്നെ അതിൻ്റെ സിമുലേഷൻ പ്രൊഫൈലാണ്. സിമുലേഷൻ പ്രൊഫൈൽ നിങ്ങൾക്കറിയാം. സിമുലേഷൻ പ്രൊഫൈലിൽ എന്തൊക്കെ കാര്യങ്ങളായിട്ട് ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ളതൊക്കെ ടൈം ഡൊമൈൻ അനാലിസിസ് ആയിരുന്നു. പക്ഷേ ഇത് ടൈം ഡൊമൈൻ അല്ല. ഇവിടെ അനാലിസിസ് ടൈപ്പിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഡി സി സ്വീപ്പ് സെലക്ട് ചെയ്യണം. ഡി സി സ്വീപ്പ്, അതിൽ ടൈം ഡൊമൈൻ ഉണ്ടാവും, എ സി സ്വീപ്പ് ഉണ്ടാവും, ഡി സി സ്വീപ്പ് ഉണ്ടാവും, ബയസ് പോയിന്റ് ഉണ്ടാവും. അതിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഡി സി സ്വീപ്പാണ്. ഓക്കെ, ഡി സി സ്വീപ്പ് സെലക്ട് ചെയ്യാൻ എന്താ കാരണം, ഇവിടെ ഡയോഡിൻ്റെ ആണല്ലോ ക്യാരക്ടേഴ്സ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഡയോഡിൻ്റെ ക്യാരക്ടേഴ്സ് കാണുക എന്ന് പറഞ്ഞാൽ എന്താ മീൻ ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? അപ്പോൾ ഡയോഡിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് അല്ലേ, ഒരു വോൾട്ടേജ് നമ്മൾ ഡി സി സോഴ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഡി സി വോൾട്ടേജ് എന്ത് ചെയ്യണം, വേരി ചെയ്യണം അല്ലേ. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് ഇവിടെ സപ്ലൈ വോൾട്ടേജ് ആയിട്ട് 10 വോൾട്ട്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ആ 10 വോൾട്ട്സ് നമ്മൾ മെല്ലെ മെല്ലെ സാധാരണ ഇതിൽ എങ്ങനെ ചെയ്യാം, ഒരു റിയോസ്റ്റാറ്റ് വെച്ചിട്ട് ഇങ്ങനെ കൂടി കൊണ്ടുവരിക ചെയ്യാം അല്ലേ. അപ്പോൾ അങ്ങനെ റിയോസ്റ്റാറ്റ് വെച്ച് കൂട്ടി കൊണ്ടുവരുന്ന സമയത്ത് ആ ഡയോഡിലൂടെയുള്ള ഫ്ലോ ചെയ്യുന്ന കറണ്ടും വോൾട്ടേജും തമ്മിലുള്ള ഒരു ഗ്രാഫാണ് വരയ്ക്കുന്നത് അല്ലേ. ഡയോഡിനെ ക്രോസ് ആയിട്ട് വോൾട്ടേജ് നമ്മൾ എക്സ് ആക്സിലെടുക്കും. ദെൻ ഡയോഡിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് വൈ ആക്സിലെടുക്കും. അങ്ങനെയാണ് നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്കറിയാം. വോൾട്ടേജ് ഇങ്ങനെ മെല്ലെ മെല്ലെ കൂട്ടിക്കൊണ്ടുവരികയാണെങ്കിൽ ഇതൊരു സിലിക്കൺ ഡയോഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സിലിക്കൺ ഡയോഡാണ് ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കട്ടിൻ വോൾട്ടേജ് നിങ്ങൾക്കറിയാം 0.6 വോൾട്ടാണ്. 0.6 വോൾട്ട്. 0.6 എത്തുന്ന സമയത്തേ അത് കണ്ടക്ട് ചെയ്യുള്ളൂ. അതുവരെ അത് കറണ്ടൊന്നും ഉണ്ടാവില്ല അല്ലേ. 0.1 0.2 നമ്മളിങ്ങനെ വോൾട്ടേജ് ഇങ്ങനെ മെല്ലെ മെല്ലെ കൂട്ടി വരിക വിചാരിക്കുക ഡയോഡിനെ ക്രോസ് ആയിട്ടുള്ള. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 0.1 0.2 0.3 0.5 ഒന്നും കറണ്ട് ഉണ്ടാവില്ല. അപ്പോൾ 0.5 ഒക്കെ കഴിയുന്ന സമയത്ത് മെല്ലെ ഒരു ചെറിയ കറണ്ട് വരാൻ തുടങ്ങും. പിന്നെ അത് കറണ്ട് ഷാർപ്പായിട്ടാണ് കൂടുക അല്ലേ, പെട്ടെന്ന് കറണ്ട് കൂടുക. അതാണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. അതാണ് നമുക്ക് പ്ലോട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ നിങ്ങൾ ഡി സി സ്വീപ്പ് എടുക്കണം. പിന്നെ അതിൽ V1 ആണ് വോൾട്ടേജ് സോഴ്സ് ആയിട്ട് വരുന്നത്. ദെൻ സ്റ്റാർട്ട് വാല്യൂ 0 വോൾട്ട് ആണ്, എൻ വാല്യൂ 10 വോൾട്ട് ആണ്. 0 മുതൽ 10 വോൾട്ട് വരെ നമുക്ക് വേരി ചെയ്യണം. ഇൻക്രിമെൻ്റ് എത്രയാണ്, 0.1 ഇൻക്രിമെൻറ്റിൽ അത് കൊടുത്തോളൂ. 0.1 അത് ഇനിഷ്യലി 0 കൊടുക്കും. അങ്ങനെ 0.1 ഇൻക്രിമെൻറ്റിൽ അതിങ്ങനെ ഇൻക്രീസ് ചെയ്ത് വരണം. ഓക്കെ, ഇതാണ് നമ്മുടെ സിമുലേഷൻ പ്രൊഫൈൽ വരുന്നത്. ഇനി അടുത്തത് നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്ന ഗ്രാഫാണിത്. ഇങ്ങനെയാണ് നമ്മുടെ ഗ്രാഫ് ഉണ്ടാവുക അല്ലേ. നമുക്ക് കിട്ടേണ്ട ഗ്രാഫ് ഇവിടെയാണ്. വൈ ആക്സിൽ എക്സ് ആക്സിലും വൈ ആക്സും ഇവിടെ കാണിച്ചിട്ടുണ്ട്. എക്സ് ആക്സിൽ എന്താണുള്ളത്, നിങ്ങൾക്ക് 100 200 300 400 ഇങ്ങനെ കാണാം. ഇത് മില്ലി വോൾട്ട് ആണ്. 100 മില്ലി വോൾട്ട് എന്ന് പറഞ്ഞാൽ സിക്കൽ ടു 0.1 വോൾട്ട് അല്ലേ. ദിസ് ഇസ് 0.2 വോൾട്ട്, 0.3 0.4 0.5 0.5 0.6 എത്തുന്ന സമയത്ത് ഏകദേശം ചെറിയൊരു കറണ്ട് ഉള്ളൂ അല്ലേ. സെർട്ടൻ മില്ലി ആംപ്സ് ഉള്ള കറണ്ട് 0.6 ഉള്ളൂ. പിന്നെ 0.6 നിന്ന് കൂടി കഴിഞ്ഞാൽ 0.7 ഒക്കെ എത്തുമ്പോഴേക്കും എന്ത് ചെയ്തു, കറണ്ട് കൂടി. പിന്നെ സഡൻ ആയിട്ട് കറണ്ട് കൂടുകയാണ് അല്ലേ, പെട്ടെന്ന് കറണ്ട് ഇൻക്രീസ് ചെയ്യാൻ 80 മില്ലി ആംപിയറിലേക്കെല്ലാം കറണ്ട് പോയി. ഇതാണ് ഇതിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. നമ്മൾ കട്ടിൻ വോൾട്ടേജ് നമുക്ക് എടുക്കുന്നത് 0.6 0.7 നമ്മൾ കട്ടിൻ വോൾട്ടേജ് എടുക്കുന്നത് അല്ലേ. 0.6 അല്ലെ 0.7 എന്നൊക്കെയാണ് പറയുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ ഒരു പോയിന്റിലാണ് കറണ്ട് ഷാർപ്പായിട്ട് ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ ഞാനൊരു സ്പൈസ് സിമുലേഷൻ ഒന്ന് നോക്കാം. എങ്ങനെ സർക്യൂട്ട് ഡയഗ്രാം വരച്ചിട്ട് എങ്ങനെയാണ് അത് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ
പി സ്പൈസ് ഇവിടെ കാഡൻസിൽ ക്യാപ്ചർ സിസ് ഇതാണ് ക്ലിക്ക് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് കാഡൻസിൻ്റെ ആ വിൻഡോ ആണ് വരിക, സോറി ക്യാപ്ചർ സിസിൻ്റെ ഒരു വിൻഡോ ആണ് വരിക. ആ വിൻഡോയിലാണ് നമുക്ക് സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാനുള്ളത്. അപ്പോൾ സർക്യൂട്ട് ഡയഗ്രാം നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇതിൽ നമുക്കൊരു ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എങ്ങനെയായിരുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. നമ്മളൊരു ഫയലിൽ ന്യൂ പ്രോജക്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് അല്ലേ. ന്യൂ പ്രോജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് മുമ്പേ നമുക്കിവിടെ ഒരു സ്റ്റാർട്ട് പേജ് ഒക്കെ ഉണ്ടാവും. ഈ പേജ് വേണമെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്ത് കളയാം. ഈ ഒരു പേജ് ഒഴിവാക്കാം. ഈ ഒരു പേജ് ഞാൻ ക്ലോസ് ചെയ്യുന്നു. ക്ലോസ്. അതിനുശേഷം എനിക്കൊരു ന്യൂ പ്രോജക്റ്റിന് ഒരു പേര് കൊടുക്കാം. ഡയോഡ് കേര ആണല്ലോ, ഡയോഡ് കേര എന്ന് തന്നെ ഞാൻ കൊടുത്തു. ഡയോഡ് കേര. ശരി, ഡയോഡ് കേര എന്ന് പേര് കൊടുക്കുക. ഓക്കെ, ക്രിയേറ്റ് എ ബ്ലാങ്ക് പ്രോജക്റ്റ്. സാറ് നമ്മളൊരു ബ്ലാങ്ക് പ്രോജക്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്യുക. ക്രിയേറ്റ് എ ബ്ലാങ്ക് പ്രോജക്റ്റ്. ഒരു ബ്ലാങ്ക് പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ അതിൽ ഇവിടെ നമുക്കൊരു പേജ് കാണാം. ഇത് കുറച്ച് വലുതാക്കി വെക്കാം. ഞാൻ നമുക്ക് കാണാൻ വേണ്ടി സൗകര്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് നമ്മുടെ പേജ് ഒന്ന് വലുതാക്കിയിട്ട് വെക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് നമ്മുടെ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം എന്താ, നമുക്ക് സർക്യൂട്ടിൽ എന്തൊക്കെയുള്ളത്, നമുക്ക് ഡയോഡ് ഉണ്ട് അല്ലേ. ഫസ്റ്റ് തന്നെ ഡയോഡ് പ്ലേസ് ചെയ്യാം. ഡി എന്ന് ടൈപ്പ് ചെയ്താൽ തന്നെ ഡയോഡ് കിട്ടും അല്ലേ. നമ്മൾ റെക്ടിഫയർ ഒക്കെ ചെയ്താണല്ലോ. ഡി എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ D1N40 നമ്മൾ 1N4002 എടുക്കാം. 1N4002 ആണ് ഇവിടെ കാണുന്നത്, അതെടുക്കാം. അപ്പോൾ അതിവിടെ ഒന്നാമത് ഇവിടെ വെക്കാം. പിന്നെ ഓക്കെ, എസ്കേപ്പ് അടിക്കുക. ദെൻ ഇത് വേണമെങ്കിൽ കുറച്ച് നമുക്ക് വലുതാക്കാം. അത് വളരെ ചെറുതായിട്ടാണല്ലോ കാണുന്നത്. അപ്പോൾ ഐ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് വലുതാവും. അത് ഐ കീ പ്രസ് ചെയ്തു, അപ്പം കുറച്ച് വലുതായിട്ട് നമുക്ക് കിട്ടി. ഓക്കെ, ഞാനിതിനെ ഡയോഡിനെ നിങ്ങൾക്ക് എവിടെയാണോ വേണ്ടത് വെച്ചാൽ അവിടെ മൂവ് ചെയ്ത് വെക്കാം. അത് നമുക്ക് പിന്നീട് ചെയ്യാം. പിന്നെ എന്താ വേണ്ടത്, റെസിസ്റ്റർ വേണം അല്ലേ. ആർ എന്ന് പറയുന്ന സമയത്ത് തന്നെ 6 അനലോഗ് വന്നു. അനലോഗ് റെസിസ്റ്റർ എടുക്കാം. റെസിസ്റ്റർ ഞാനിവിടെ വെച്ചു. ദെൻ പിന്നെ വേണ്ട എന്താണ്, VDC അല്ലേ, വോൾട്ടേജ് സോഴ്സ് വേണ്ടേ. VDC സോഴ്സ് എടുത്തു. സോഴ്സ് ഇവിടെ വെക്കാം. ദെൻ വേണ്ട എന്താണ്, നമുക്ക് വേണ്ടത് ഗ്രൗണ്ട് വേണം അല്ലേ. ഗ്രൗണ്ട് ഇവിടെ തന്നെ പുറത്ത് ഇവിടെ ഉണ്ട്. ലൈബ്രറിയിലേക്ക് പോകേണ്ട, ഇവിടെ തന്നെ ക്ലിക്ക് ചെയ്താൽ പ്ലേസ് ഗ്രൗണ്ട് കാണാം. ആ പ്ലേസ് ഗ്രൗണ്ടിൽ ഇവിടെ 0 എന്ന് പറഞ്ഞ് വരും. ഓക്കെ അടിക്കുക. ഓക്കെ അടിച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഗ്രൗണ്ട് ഇവിടെ കിട്ടി. ഇത്രയേ നമ്മുടെ സർക്യൂട്ടുള്ള സാധനങ്ങൾ. ഇനിയിപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്യണം അല്ലേ. ഈ ഡയോഡ് സാധനം നമ്മളിങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊന്ന് സെലക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് റൈറ്റ് മൗസ് ബട്ടൺ നിൽക്കുക. ഇങ്ങനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്, ഇത് സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് മൗസ് ബട്ടൺ, ദെൻ ക്ലിക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിപ്പോയി. അതുകൊണ്ട് നമുക്ക് ഒന്നുകൂടെ റൊട്ടേറ്റ് ചെയ്യാം. ഒന്നും കൂടെ റൊട്ടേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി അല്ലേ. ഓക്കെ, ഇതിന് നമുക്ക് അതിൻ്റെ പൊസിഷനിൽ വെക്കാം. മൂവ് ചെയ്തിട്ട് അതിൻ്റെ ഒരു പൊസിഷനിൽ കൊണ്ടുവെക്കാം. ഓക്കെ, ദെൻ ഡയോഡ് വന്നു. റെസിസ്റ്ററിൻ്റെ വാല്യൂ, റെസിസ്റ്റർ നോക്കുക. റെസിസ്റ്റർ 1K ആണ്. നമ്മുടെ ഡിസൈൻ സർക്യൂട്ട് ഡയഗ്രത്തിൽ നമ്മൾ ഇടേണ്ടത് 100 Ohm ആണ് നമ്മൾ ഡിസൈൻ ചെയ്തത്. അതുകൊണ്ട് നമ്മൾ 1Kൻ്റെ മേലെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ആൻഡ് ദെൻ write the value, then 100 ohm. So type 100 ohm. ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. 100 എന്ന് എടുത്താൽ ഓമിലാണ് എടുത്തുകൊടുക്കുക. മറ്റേതെങ്കിൽ യൂണിറ്റ് ആണ്, കിലോ ഓമിലാണെങ്കിൽ K എന്ന് കൊടുക്കണം. ഇത്രയേ ഉള്ളൂ. നോർമലി ഓം ആണെങ്കിൽ നമ്മൾ യൂണിറ്റ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ വോൾട്ടേജ് ഇവിടെ നമുക്ക് എത്ര വോൾട്ടേജ് നമ്മൾ ഡിസൈൻ ചെയ്തില്ല. അപ്പോൾ 10 volts അല്ലേ പറഞ്ഞത്. അപ്പോൾ അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക ആൻഡ് write the voltage here. That is 10 volt. 10 കൊടുത്താൽ മതി. V എന്ന് നിർബന്ധമില്ല. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ സർക്യൂട്ട്. ഇനി ഇത് വയർ ചെയ്യണം അല്ലേ. ഇവിടെ വയർ ചെയ്യാനുള്ള ടൂൾ ഇവിടെ ഉണ്ട്. പ്ലേസ് വയർ നമുക്ക് ഇവിടെ കാണാം. പ്ലേസ് വയർ ക്ലിക്ക് ചെയ്യുക. ദെൻ ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്യുക. ദെൻ സെക്കൻഡ് പോയിന്റ് ആൻഡ് അഗെയിൻ ക്ലിക്ക് ഹിയർ ആൻഡ് കണക്ട് ഹിയർ. ഓക്കെ, ദെൻ ഈ 2 പോയിന്റ്സും കണക്ട് ചെയ്യണം. ഓക്കെ, ദെൻ ക്ലിക്ക് ഹിയർ ആൻഡ് കണക്ട്. ഓക്കെ, ഇത്രയും നമ്മുടെ സർക്യൂട്ട് ഡയഗ്രം ഉള്ളൂ. സർക്യൂട്ട് ഡയഗ്രം നമ്മൾ വയർ ചെയ്ത് കഴിഞ്ഞു.
ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ സിമുലേഷൻ പ്രൊഫൈൽ ഉണ്ടാക്കണം അല്ലേ. പ്രൊഫൈൽ അത് ഇവിടെയാണുള്ളത്, സിമുലേഷൻ പ്രൊഫൈൽ. നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു ക്രിയേറ്റ് എ ന്യൂ സിമുലേഷൻ പ്രൊഫൈൽ. ആൻഡ് ഫോർ ദാറ്റ് ക്ലിക്ക് ഹിയർ. നെയിം കൊടുക്കണം. സോ ടൈപ്പ് എ നെയിം. ഡയോഡ് ക്യാരി ആണല്ലോ, ഡയോഡ് ക്രിയേറ്റ്. അപ്പോൾ നിങ്ങൾ സിമുലേഷൻ പ്രൊഫൈൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു പുതിയൊരു വിൻഡോ. ഓക്കെ, നിങ്ങൾക്ക് കാണാം. ഞാൻ നേരത്തെ ആ സ്ലൈഡിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു. ഇതാണ് നമ്മുടെ സിമുലേഷൻ സെറ്റിങ്സ് അല്ലേ. ഇപ്പോൾ ഡിഫോൾട്ടായിട്ട് ഇവിടെ ടൈം ഡൊമൈൻ അനാലിസിസ് ആണ് വരിക. നമ്മൾ ഇതുവരെ ചെയ്തതൊക്കെ ടൈം ഡൊമൈൻ അനാലിസിസിലായിരുന്നു. പക്ഷെ ഇവിടെ നമുക്ക് ടൈം ഡൊമൈൻ അല്ല വേണ്ടത്. ഞാൻ പറഞ്ഞു ഇതാണ് നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് വേണ്ടത്. വോൾട്ടേജ് വേരി ചെയ്യാണ് വേണ്ടത് അല്ലെ. ഇൻപുട്ട് കൊടുക്കുന്ന വോൾട്ടേജ് 0 മുതൽ 10 വരെ വേരി ചെയ്യണം. അപ്പോഴാണ് നമുക്ക് കറണ്ട് കിട്ടുള്ളൂ. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇവിടെ ടൈം ഡൊമൈൻ മാറ്റിയിട്ട് നമ്മൾ എന്താക്കുക, DC സ്വീപ്പ് എടുക്കുക. DC സ്വീപ്പ്. അപ്പോൾ ഇവിടെ വോൾട്ടേജ് സോഴ്സ് നമ്മൾ എന്ത് കൊടുക്കണം, ഇവിടെ സോഴ്സിന് ഒരു പേരുണ്ടല്ലോ, ഇവിടെ V1 എന്നാണ് ഇതിൻ്റെ പേര് അല്ലേ. സോ ടൈപ്പ് V1 ഹിയർ. V1 ഞാൻ ടൈപ്പ് ചെയ്തു. ഓക്കെ, ദെൻ ലീനിയർ, ദെൻ സ്വീപ്പ് ടൈപ്പ് ലീനിയർ ആണോ ലോഗരിതമിക് ആണോ നമുക്ക് കൊടുക്കാം. ആ വേരിയേഷൻ എങ്ങനെ വേരി ചെയ്യണം, നമ്മൾ ലീനിയർ വേരിയേഷൻ എടുക്കുക. ദെൻ സ്റ്റാർട്ട് വാല്യൂ എത്രയാണ് നേരത്തെ പറഞ്ഞത്, 0 അല്ലേ. എൻ വാല്യൂ 10 ആൻഡ് ഇൻക്രിമെൻ്റ് എത്രയായിരുന്നു, 0.1 അല്ലേ പറഞ്ഞത്, 0.1. ഇവിടുന്ന് ഞാൻ യൂണിറ്റ് കൊടുത്തില്ല, ഇതെല്ലാം വോൾട്ടിൽ എടുത്തോളൂ. ഇത് 10 വോൾട്ടാണ്, ഇത് 0.1 വോൾട്ടാണ്. ഓക്കെ അടിക്കുക. ദെൻ പിന്നെന്താ വേണ്ടത്, ഇനി നമുക്ക് സിമുലേഷൻ റൺ ചെയ്യാണ് വേണ്ടത്. റൺ ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് വോൾട്ടേജ് ഒരു മാർക്കർ, ഔട്ട്പുട്ട് ഡയോഡിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് അല്ലേ നമുക്ക് വേണ്ടത് അല്ലേ, വോൾട്ടേജ് വേണം. അതുകൊണ്ട് ഒരു വോൾട്ടേജ് മാർക്കർ ഇവിടെ കൊടുക്കാം, അല്ലെങ്കിൽ വോൾട്ടേജ് മാർക്കർ ഇവിടെ കൊടുക്കാം. വോൾട്ടേജ് മാർക്കർ ഇവിടെ ഉണ്ട്. ഓക്കെ, വോൾട്ടേജ് മാർക്കർ അതിവിടെ കണക്ട് ചെയ്യാം. ഓക്കെ, ദെൻ പ്രസ് എസ്കേപ്പ്. ദെൻ ഇവിടെ റൺ സ്പേസ് കാണാം നിങ്ങൾക്ക്. റൺ സ്പേസ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് പുതിയൊരു വിൻഡോ, ഇവിടെ ഒരു പുതിയൊരു വിൻഡോ വന്നിട്ടുണ്ട്. നോക്കാം നമുക്ക്. ഇപ്പോൾ ഒരു ഗ്രാഫൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്, ഒരു ഗ്രാഫ് പോലെയൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച ഗ്രാഫ് അല്ല ഇത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമില്ലാത്തതൊക്കെ ഒഴിവാക്കണം. ഈ വോൾട്ടേജ് അക്രോസ് ഇവിടെ X-ആക്സിൽ V1 വോൾട്ടേജ് തന്നെയാണ് ഇവിടെ കാണുന്നത്. V1 എന്ന് പറഞ്ഞാൽ സോഴ്സ് ഇല്ല, അതിൻ്റെ വോൾട്ടേജ് 1 2 3 4 10. നമുക്ക് ഇതല്ല വേണ്ടത്. നമുക്ക് X-ആക്സിൽ എന്താ വേണ്ടത്, നമുക്ക് X-ആക്സിൽ വേണ്ടത് വോൾട്ടേജ് അക്രോസ് ഡയോഡാണ്. V1 ഓഫ് D1 ആണ് ഇവിടെ വേണ്ടത്. വോൾട്ടേജ് അക്രോസ് ഡയോഡ് ഇവിടെ വേണം. ദെൻ ഇവിടെ എന്ത് വേണം, ഇവിടെ കാണിച്ചിരിക്കുന്ന വോൾട്ട് തന്നെയാണ് അല്ലേ. അതൊന്നും നമുക്ക് വേണ്ട. നമുക്ക് എന്താ വേണ്ടത്, ഇവിടെ കറണ്ടാണ് വേണ്ട. അപ്പോൾ ഇത് രണ്ടും ഒന്ന് ചെറിയ ചേഞ്ചസ് വരുത്തിയാൽ മാത്രമേ ഇവിടെ നമുക്ക് കറക്റ്റായിട്ടുള്ള ഗ്രാഫിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇതൊക്കെ അങ്ങ് ഡിലീറ്റ് ചെയ്യാണ്. ഇതൊന്നും നമുക്ക് വേണ്ട. അപ്പോൾ ഇവിടെ അതേപോലെ തന്നെ ഡിലീറ്റ് ചെയ്തു. അത് സെലക്ട് ചെയ്തിട്ടാണ് ഡിലീറ്റ് ചെയ്തത്. അതിനുശേഷം എന്ത് ചെയ്യേണ്ടത്, X-ആക്സിൽ V1 ആണുള്ളത്. ഇത് മാറ്റിയിട്ട് നമുക്ക് V1 ഓഫ് D1 ആക്കണം. ഡയോഡിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജാണ് ഇവിടെ വേണ്ടത് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, പ്ലോട്ടിൽ നിങ്ങളിവിടെ പ്ലോട്ട് എന്ന് പറഞ്ഞ പ്ലോട്ട് മെനുവിൽ ആക്സിസ് സെറ്റിങ്സിലേക്ക് പോവാം. ആക്സിസ് സെറ്റിങ്സ്, ഇങ്ങനെ ഒരു ആക്സിസ് സെറ്റിങ്സ് കിട്ടും. പ്ലോട്ടിലാണ് ആക്സിസ് സെറ്റിങ്സ് കിട്ടുക. അതല്ലെങ്കിൽ വേറെ രീതിയിൽ ഇത് എടുക്കാം. ജസ്റ്റ് ഈ X-ആക്സിൽ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. X-ആക്സിൽ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആക്സിസ് സെറ്റിങ്സ് ആണ് കിട്ടുക. X-ആക്സിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക, അപ്പോൾ നമുക്ക് X സെറ്റിങ്സ് കിട്ടി. ഇനി ഇവിടെ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, X-ആക്സിലാണ് ഇവിടെ X-ആക്സിസ്, Y-ആക്സിസ്, X ഗ്രിഡ്, Y ഗ്രിഡ് നമുക്ക് കാണാം. ഇതിൽ നിങ്ങൾ X-ആക്സിസിലാണ് ഉണ്ടാവുക. അവിടെ നിങ്ങൾ ആക്സിസ് വേരിയബിൾ എടുക്കുക. ആക്സിസ് വേരിയബിൾ ക്ലിക്ക് ചെയ്യുക. ആക്സിസ് വേരിയബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ലിസ്റ്റിൽ കുറേ കാര്യങ്ങൾ വരും. ഇവിടെ നമുക്ക് എന്ത് വേണം, X-ആക്സിൽ എന്താ വേണ്ടത്, ഞാൻ പറഞ്ഞു V1 ആണ് നമ്മുടെ വോൾട്ടേജ് സോഴ്സ് അല്ലേ. ഡയോഡിൻ്റെ നമ്പർ D1 ആണ്. അപ്പോൾ V1 D1 എന്ന് കാണാം. V1 ഓഫ് D1 ഇവിടെ കാണുന്നില്ല നിങ്ങൾ, V1 ഓഫ് D1 അതൊന്ന് ക്ലിക്ക് ചെയ്യുക, സെലക്ട് ചെയ്യുക. ആ സമയത്ത് താഴെ വരും V1 ഓഫ് D1. ഇത് ഓക്കെ അടിക്കുക. എഗെയിൻ ഓക്കെ, പ്ലസ് എഗെയിൻ ഓക്കെ. അപ്പോൾ ഇവിടെ എന്തായി, X-ആക്സിൽ നമ്മളെ വോൾട്ടേജ് അക്രോസ് ഡയോഡായി. V1 D1 ഇവിടെ കാണുന്നില്ലേ, വോൾട്ടേജ് അക്രോസ് ഡയോഡ്. അതേപോലെ തന്നെ ഇവിടെ X-ആക്സിൽ എന്ത് വന്നു, 0 100 മില്ലി വോൾട്ട്, 200 മില്ലി വോൾട്ട്, അങ്ങനെ പോയിട്ട് 900 മില്ലി വോൾട്ട് വരെ വന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതാണ് വേണ്ടത്. അതായത് 0.1 0.2 0.3 0.4 ഇങ്ങനെയാണ് വരുന്നത്. ഡയോഡിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഈ ഒരു റേഞ്ചിലേ ഉണ്ടാവുള്ളൂ. 0.7 0.8 വരെയൊക്കെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും ചെറിയ കിട്ടിയത്. ഇനി ഇത് പോരാ, നമുക്ക് Y-ആക്സിൽ ഒന്നുമില്ല. Y-ആക്സിൽ ബ്ലാങ്ക് ആയിട്ട് കിടക്കുകയാണ്. Y-ആക്സിലേക്ക് എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ട്രേസിൽ ഇവിടെ ട്രേസ് കാണുന്നില്ലേ, ട്രേസ് ക്ലിക്ക് ട്രേസ് ചെയ്യുക. ദെൻ ക്ലിക്ക് ആഡ് ട്രേസ്. ഓക്കെ, ആഡ് ട്രേസ്. അപ്പോൾ ഇവിടെ നമുക്കൊരു ഏത് ട്രേസ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇവിടെ നമുക്ക് ആഡ് ചെയ്യേണ്ട ട്രേസ് ഇതാണ്. Y-ആക്സിൽ കൊടുക്കേണ്ട എന്താണ്, കറണ്ടാണല്ലോ Y-ആക്സിൽ വേണ്ടത്.
ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന D1 എന്ന് പറഞ്ഞ ഡയോഡിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട്. അപ്പോൾ വേണ്ട വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും മേലെ തന്നെ കാണാം ID1 കാണാം. I(D1) ഒരു ബ്രാക്കറ്റിലാണ് ID1 ഉണ്ടാവും. ഇതൊന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ താഴെ ഇത് വരും. ഓക്കെ, I(D1) ഇവിടെ വന്നു. ഓക്കെ അടിക്കുക. അപ്പോൾ നമുക്ക് ഗ്രാഫ് കിട്ടും. ഇതാണ് നമ്മുടെ എക്സ്പെക്ട് ചെയ്യുന്ന ഗ്രാഫ്. ഓക്കെ, നിങ്ങൾക്ക് കാണാം 0.5 കറണ്ട് ഇല്ല, 0.1 കറണ്ട് ഇല്ല, 0.2 കറണ്ട് ഇല്ല അല്ലേ. 0.3 എവിടെ നിന്നാണ് കറണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഒരു 0.5 വരുന്നില്ല. 0.6 എത്തുന്ന സമയത്ത് ചെറിയ മില്ലി ആംപിയർ കറണ്ട് വരുന്നുണ്ട്. 1 മില്ലി ആംപിയർ ഒന്നുമില്ല, വളരെ ചെറിയ കറണ്ട് ഉണ്ട്. 0.6 കഴിഞ്ഞ ഉടനെ തന്നെ കറണ്ട് പെട്ടെന്ന് കൂടുന്നുണ്ട്. 0.7 ഒക്കെ എത്തുമ്പോൾ ഷാർപ്പായിട്ട് ഇങ്ങനെ കൂടി വരുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ഗ്രാഫ്. ഇതാണ് നിങ്ങൾ വരച്ച് കാണിക്കേണ്ടത്. അപ്പോൾ ഇത് നമ്മുടെ എക്സ്പീരിയൻസിൻ്റെ റിസൾട്ട് എന്ന് വെച്ചാൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ഗ്രാഫായിട്ട് ഇത് കാണിക്കണം. ഓക്കെ, ഇതാണ് നമ്മൾ VI ക്യാരക്ടേഴ്സ് ഓഫ് ഡയോഡ്. ഓക്കെ, താങ്ക് യു.